മയോപ്പിയ വരാനായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫാക്ടർ ജെനറ്റിക്സ് ആണ്. ഒരു പേരന്റിന് മയോപ്പിയ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനായിട്ടുള്ള സാധ്യത 40% ആണ്. അപ്പോൾ പല പേരന്റ്സും ചോദിക്കും, ഞാനും എന്റെ വൈഫും കംപ്ലീറ്റ്ലി നോർമൽ വിഷൻ ഉള്ളവരാണ്, പക്ഷെ എന്തുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് കാഴ്ചക്കുറവ് വന്നു? ഇതിന്റെ റീസൺസ് രണ്ട് തരത്തിലാണ്. ഒന്ന് ഗ്രോത്ത് ഫാക്ടേഴ്സ്, രണ്ടാമത്തേത് എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്. ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഐബോളിന്റെ വലിപ്പ വ്യത്യാസങ്ങൾ, വലിപ്പം കൂടുതലാകാം കുറവാകാം. ഐബോളിന്റെ സൈസ് കൂടുതലാണെങ്കിൽ മയോപ്പിയ വരാനായിട്ടുള്ള സാധ്യതയും കുറവാണെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ വരാനായിട്ടുള്ള സാധ്യതയും കാണും. ലെൻസിന്റെ മാറ്റങ്ങൾ കാരണവും ഇത്തരം രോഗാവസ്ഥകൾ വരാം. കൃഷ്ണമണി അഥവാ കോർണിയയുടെ കർവേച്ചറിലുള്ള വ്യത്യാസങ്ങൾ ആസ്റ്റിഗ്മാറ്റിസം പോലുള്ള റിഫ്രാക്റ്റീവ് എറേഴ്സിലോട്ട് നയിക്കാം. എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും വളരെയധികം സ്ക്രീൻ ഡിപ്പെൻഡന്റ് ആണ്. പ്രായമായവർ തൊട്ട് കുട്ടികൾ വരെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ എന്നിങ്ങനെ യൂസ് ചെയ്യുന്നു. ഇൻക്രീസ് സ്ക്രീൻ എക്സ്പോഷർ മയോപ്പിയയിലേക്ക് നയിക്കുമെന്നുള്ളത് കോവിഡ് കാലഘട്ടത്തിൽ തെളിഞ്ഞതാണ്. കോവിഡ് സമയത്ത് കുട്ടികളെല്ലാം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അറ്റൻഡ് ചെയ്തിരുന്നു. ലോക്ക്ഡൌൺ സമയത്ത് ഔട്ട്ഡോർ എക്സ്പോഷർ വളരെ കുറവായിരുന്നു. കോവിഡിന് മുമ്പ് കാഴ്ചക്കുറവ് ഇല്ലാത്ത കുട്ടികൾ വരെ കോവിഡിന് ശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ കാഴ്ചക്കുറവ് ഡെവലപ്പ് ചെയ്തതായിട്ട് കാണപ്പെട്ടു. പലപ്പോഴും ഇത്തരം കുട്ടികൾ വളരെ ലേറ്റ് ആയിട്ടാണ് കൺസൾട്ടേഷൻ വരിക. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് IAP റെക്കമെൻഡേഷൻസ് പ്രകാരം സ്കൂൾ ഏജിലുള്ള 6 വയസ്സിലുള്ള എല്ലാ കുട്ടികളും നിർബന്ധമായി വിഷൻ സ്ക്രീനിംഗ് ചെയ്തിരിക്കണം. എത്ര നേരത്തെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം അത്രയും നേരത്തെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അവർക്ക് ഒരു ലൈഫ് ടൈം വിഷ്വൽ ഇംപ്രൂവ്മെന്റ് ഗ്യാരണ്ടി ചെയ്യാവുന്നതുമാണ്.